നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം കേട്ടത് കേരളത്തെ നടുക്കിയ അതിദാരുണമായ ഒരു ദുരന്ത വാർത്തയാണ്. തൃശൂരിലെ മുണ്ടത്തിക്കോട് ദുരന്തം. വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ചുണ്ടായ അതിദാരുണമായ മരണം നാം ടിവിയിൽ കണ്ടു. അവിടെ ആളുകൾ ചിന്നിച്ചെറിയ ശരീരഭാഗങ്ങൾ സഞ്ചിയിൽ പെറുക്കിക്കൊണ്ടുപോകുന്ന അതിദാരുണമായ ദൃശ്യം. ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇതിനു മുൻപും ഇത്തരം അപകടങ്ങളെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിത് പ്രതിപാദിക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നത് ഇയാൾ മതങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു മതവിരോധിയാണെന്നാണ്. അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് എനിക്ക് ഈ വീഡിയോയിലും കമന്റുകൾ വരും എന്ന് എനിക്കറിയാം. എങ്കിലും ഹൃദയവേദന കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരിക്കൽ ഞാൻ ആനയെപ്പറ്റി പറഞ്ഞിരുന്നു. കാട്ടിൽ ജീവിക്കുന്ന ആനയെ മെരുക്കിയെടുത്ത് നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ഉത്സവ സ്ഥലങ്ങളിൽ ആൾക്കൂട്ടമുള്ളിടത്ത് കൊണ്ടുവന്ന് അതിനെക്കൊണ്ട് കോപ്രായം കാണിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് നേരിട്ട് ബന്ധമുള്ള പലരും എന്നെ വിമർശിക്കുകയുണ്ടായി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഞാൻ അതിന്റെ സാങ്കേതികതയാണ് ഈ പറയുന്നത്, അല്ല മറ്റൊന്നുമില്ല. ഒരു ആനയ്ക്കും ഒരു ഭഗവാനോടും ബഹുമാനവുമില്ല, സ്നേഹവുമില്ല. മനുഷ്യർക്കല്ലാതെ മറ്റൊരു ജീവിക്കും ദൈവങ്ങളില്ല. മനുഷ്യർക്ക് മാത്രമേ ദൈവങ്ങളുള്ളൂ. അത് മനുഷ്യർ സൃഷ്ടിച്ച ദൈവങ്ങളാണ്. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ വിവരവും വെളിച്ചവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് ദുരന്തങ്ങളുമൊക്കെ ദൈവം വരുത്തി വെക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്നു. അന്ന് മനുഷ്യനെ ദൈവത്തിന് ബലി കൊടുത്തിരുന്നു, മൃഗങ്ങളെ ബലി കൊടുത്തിരുന്നു. ഇന്ന് ആ ബലികളെല്ലാം മാറിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ കേരളത്തിൽ പോലും ചില ക്ഷേത്രങ്ങളിൽ ഇന്നും കോഴിബലിയുണ്ട്. ചില പള്ളികളിലുമുണ്ട് കോഴിബലി. അത് അന്നത്തെ ആചാരങ്ങൾ അങ്ങ് നടത്തിക്കൊണ്ടു പോരുകയാണ്. അന്നത്തെ ദൈവങ്ങൾ ഇന്ന് മനുഷ്യൻ വളർത്തി വലിയ സമ്പന്നരാക്കിയിരിക്കുകയാണ്. എല്ലാ ദൈവങ്ങളും വലിയ സമ്പന്നരാണ്. അതുകൊണ്ടല്ലേ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ശബരിമലയിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയത്. ആ ദൈവത്തിന്റെ സമ്പത്ത് കൊണ്ടാണ്. എല്ലാവരും മനുഷ്യർ മുഴുവൻ ദൈവങ്ങൾക്ക് തന്റെ സമ്പത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാനാണ് മതഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നാം അത് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പടക്കം കെട്ടി ജീവിക്കുന്ന എത്ര പേരുണ്ട്? നാം അത് ചിന്തിച്ചാൽ അവർ കുറച്ചു പേരേ ഉള്ളൂ. ആനയെ കൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? അവരും കുറച്ചു പേരേ ഉള്ളൂ. പക്ഷെ ആനയുടെ പ്രസക്തി, നാം ക്ഷേത്രങ്ങളിൽ ഇവയെ എഴുന്നള്ളിക്കുന്നത് കൊണ്ട് നാം ഇവയെ വളരെയേറെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ചില ആനകളെ നാം മാതാപിതാക്കളെക്കാളും ദൈവത്തെക്കാളും സ്വന്തം മക്കളെക്കാളും സ്നേഹിക്കുന്നു. അതാണ് ആനയോടുള്ള പ്രേമം. ഈ ആന ഉത്സവ സ്ഥലത്ത് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ വെടിക്കെട്ട് അപകടം ഓരോ വർഷവും ഉണ്ടാകുമ്പോഴും നാം പറയും, ഇനിയും ഇത് സൂക്ഷിക്കണം, ഇനിയും ഇതിങ്ങനൊരു അബദ്ധമുണ്ടാകരുത്. കുറെ നാളുകൾക്ക് മുമ്പ് പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 100-ൽ പരം ആളുകളാണ് ഒറ്റയടിക്ക് മരിച്ചത്. ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം എത്രയാണെന്ന് കണക്കാക്കിയിട്ടില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ വിശ്വാസം. ഈ പടക്കക്കാരനെ കൊണ്ട് ലോകത്തൊരു പ്രയോജനവുമില്ല. നാം ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കണ്ണഞ്ചിക്കുന്ന ചില പ്രകാശഗോളങ്ങൾ വന്ന് പൊട്ടിച്ചിതറുന്ന അതിമനോഹരമായ ചില ദൃശ്യങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. ആനയെക്കൊണ്ടും മനുഷ്യനുള്ള പ്രയോജനം ഇത് തന്നെയാണ്. കാട്ടിൽ കിടക്കുന്ന ആനയെ മെരുക്കിയെടുത്ത് ചട്ടം പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ദൈവങ്ങളെ പ്രസാദിപ്പിക്കുവാനായി നാം അവിടെ ഉപയോഗിക്കുകയാണ്. പണ്ട് ഈ ആനകൾക്ക് മറ്റൊരാവശ്യം കൂടി ഉണ്ടായിരുന്നു, തടി പിടിക്കാനും പണി ചെയ്യാനും. ഇന്ന് ആ പണി ചെയ്യാൻ വലിയ JCBയും ചെറിയ JCBയും എല്ലാം ഉണ്ട്. ഇന്ന് ആനകളുടെ ആവശ്യം ഈ അമ്പലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. നാം ഇവിടുത്തെ ഹിന്ദുക്കൾ
വളരെയേറെ അകമഴിഞ്ഞ് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇവയെ നാം ഈ ആൾക്കൂട്ടത്തിലേക്ക് ആനയിക്കേണ്ടതുണ്ടോ? അതുപോലെ തന്നെ ഇത്ര വലിയ അപകടമുണ്ടാക്കുന്ന ഈ വെടിക്കെട്ട് നമുക്ക് ആവശ്യമുണ്ടോ? ഇതില്ലെങ്കിലും മനുഷ്യർ ജീവിക്കും. ഇതുള്ളെങ്കിൽ പഴയ ഒരു പൈതൃകം, പണ്ടത്തെ ഒരു രീതി വെച്ച് നാം ഈ പൂരത്തെ ഇങ്ങനെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു എന്നേ ഉള്ളൂ. ഈ വെടിക്കെട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കുകയില്ല. ഒരു പ്രാവശ്യം ഇവിടെ ഈ പൂരത്തെ ചൊല്ലി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. എന്നിട്ടും പൂരപ്രേമികൾ അതെല്ലാം മറികടന്ന് വരികയാണ്. പൂരം നല്ലത് തന്നെ, നമ്മുടെ സംസ്കാരവും നല്ലത് തന്നെ, നമ്മുടെ വിശ്വാസവും നല്ലത് തന്നെ. പക്ഷെ ഇത് മുഴുവൻ അപകടത്തിലേക്ക് നയിക്കുമ്പോൾ ഈ ദൈവങ്ങൾ എന്ത് പറയുന്നു എന്ന് ഒരു ചോദ്യമില്ലേ? ഈ ചോരയിൽ കുളിച്ച ഈ ഉത്സവമാണോ ദൈവങ്ങൾ ഇഷ്ടപ്പെടുന്നത്? നാം ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നാം മതത്തിന് അധിഷ്ഠിതരാണ്, മതത്തിന് അടിമകളാണ്. ഒരാൾ അതിനെ വിമർശിച്ചാൽ അവൻ മതവിരോധിയെ, അവനെ തല്ലിക്കൊല്ലണമെന്നേ പറയുള്ളൂ. പക്ഷെ അതല്ല. നാം സംസ്കാരമുള്ള നാം ഓരോരുത്തരും ചിന്തിക്കണം, ഇത് ആവശ്യമുണ്ടോ? ഈ വെടിക്കെട്ടും ഈ ആനയും ജനങ്ങൾ കൂടുന്നിടത്ത് ആവശ്യമുണ്ടോ? വടക്കേ ഇന്ത്യയിലും ഉത്സവങ്ങളുണ്ട്, വടക്കേ ഇന്ത്യയിലും ദൈവങ്ങളുണ്ട്. അവിടെ ഒന്നും നാം ഈ പറയുന്ന ഇത്ര വലിയ ഭയങ്കര വെടിക്കെട്ടും വലിയ ആനപ്പൂരവും ആനബഹളവും ഒന്നുമില്ല. അവിടെയും ദൈവങ്ങളുണ്ട്, ഇവിടെയുമുണ്ട്. ദൈവം നമ്മുടെ മനസ്സിലാണ് ദൈവം ജീവിക്കുന്നത്. ആ മനസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ഓരോ ചെറുപ്പക്കാരും ചിന്തിക്കണം, ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ജനപ്പെരുപ്പമുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ആവശ്യമാണോ? നിങ്ങൾ ചിന്തിക്കൂ, എത്ര ഉത്സവത്തിലാണ് ആനകൾ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഉത്സവപ്പറമ്പിൽ നിന്നും പ്രശ്നമുണ്ടാക്കി നാശനഷ്ടങ്ങൾ വരുത്തുന്ന ആനയെപ്പറ്റി. ഇന്ന് പടക്കത്തെപ്പറ്റി ഞാൻ പറയുകയാണ്. ഈ പടക്കം നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതാണോ? ഒന്ന് ചിന്തിക്കൂ. ചിന്തിച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്യൂ. കമന്റ് ചെയ്യാതിരിക്കരുത്. ഈ പടക്കം നമ്മുടെ പരിഷ്കൃത സമൂഹത്തുമായി നമുക്ക് ആവശ്യമുള്ളതാണോ? ഇതിനൊരാൾ ലൈസൻസ് എടുത്തു, പടക്കം നിർമ്മിക്കുന്നു. ആ ലൈസൻസ് എടുത്ത ആളും അപകടം പറ്റി അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പൊ ഈ ലൈസൻസിന് എന്തെങ്കിലും വിലയുണ്ടോ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തെങ്കിലും മുൻകരുതലുണ്ടോ? ഒന്നുമില്ല. ഇത് വെറുതെ ഒരു പേപ്പർ സർക്കാരിൽ മേടിച്ച് കൈവച്ചിട്ട് അവർക്ക് അവരുടെ തോന്നിവാസം ഓരോന്ന് ചെയ്യുകയാണ്. ഇത് നാം വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ദയവായി നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ നമസ്കാരം.